നമസ്തേ. ഇന്ന് നമ്മൾ +1 ക്ലാസ്സിലെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 പാർട്ടുകളിലായിട്ട് നമ്മൾ ആംഗിൾസിൻ്റെ റേഡിയൻ മെഷറും ഡിഗ്രി മെഷറും പഠിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ആ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ കുറച്ച് ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്ത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് വെച്ച് നിങ്ങൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് സൈഡ്സിൻ്റെ റേഷ്യോ ആയിട്ട് പഠിച്ചിരുന്നു. അത് ടീച്ചർ ഒന്നുകൂടി ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ ബേസ് ചെയ്താണ് നിങ്ങൾ ട്രിഗണോമെട്രി പഠിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അങ്ങോട്ട് മാറി ഫോർ എനി ട്രയാങ്കിൾ എന്നും പറഞ്ഞ് പഠിക്കും. ഇപ്പോൾ ടീച്ചർ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കൺസിഡർ ദി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ABC. കൺസിഡർ ദി ആംഗിൾ X. ദെൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, എതിർവശം ബൈ കർണം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എന്നുള്ള ആംഗിൾ പരിഗണിക്കുമ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ BC ആണ്, ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ AC ആണ്. ദാറ്റ് ഈസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു BC ബൈ AC. അതുപോലെ കൊസൈൻ ഓർ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ഓർ സമീപവശം ബൈ കർണം. അപ്പോൾ ഇവിടെ നമ്മൾ കൊസൈൻ എക്സ് ഓർ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ AB ബൈ AC. പിന്നെ നിങ്ങൾ കൊസീക്കൻറ്റ് എക്സ് പഠിച്ചു. കൊസീക്കൻറ്റ് എക്സ് എന്ന് പറയുമ്പോൾ ഈ സൈൻ എക്സിൻ്റെ റേഷ്യോ തിരിച്ചിടുന്നതായിരുന്നു. അതായത് കൊസീക്കൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ AC ബൈ BC. അതുപോലെ സീക്കൻറ്റ് എക്സ് നിങ്ങൾ പഠിച്ചത് ഈ കോസ് എക്സ് തിരിച്ചിടുന്നത്, ദാറ്റ് ഈസ് ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് AC ബൈ AB. പിന്നെ നിങ്ങൾ ടാൻജൻറ്റ് ഓർ ടാൻ എക്സ് പഠിച്ചു. ഓക്കെ, അപ്പോൾ ടാൻ എക്സ് നമ്മൾ ഈ ഒരു ആംഗിൾ പരിഗണിച്ചാൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരുന്നു, ദാറ്റ് ഈസ് BC ബൈ AB. അതുപോലെ കോട്ട് ടാൻജൻറ്റ് ഓർ കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആയിരുന്നു, ദാറ്റ് ഈസ് AB ബൈ BC. അപ്പോൾ ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാം ഈ സൈഡ്സിൻ്റെ റേഷ്യോ അനുസരിച്ച് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചത് ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. നമ്മൾ 6 ട്രിഗണോമെട്രിക് ഫങ്ഷൻസാണ് പഠിച്ചിരുന്നത്. ഇത്രയും ഓക്കെ ആയല്ലോ. ഇനി ഇവ തന്നെ ഈ പറഞ്ഞു തന്നെ നമ്മൾ വേറൊരു രീതിയിലൂടെ പഠിക്കാനുണ്ട്. എന്താണ്? റെസിപ്രോക്കൽ ഫങ്ഷൻസ്. ഇപ്പം നിങ്ങൾക്കറിയാം സൈൻ തിരിച്ചിടുന്നതാണ് കൊസീക്ക്, അതുപോലെ കോസ് തിരിച്ചിടുന്നതാണ് സീക്ക്, അതുപോലെ ടാൻ തിരിച്ചിടുന്നതാണ് കോട്ട്. എന്ന് പറഞ്ഞാൽ സൈനും കൊസീക്കും റെസിപ്രോക്കൽ ഫങ്ഷൻസ്, അതുപോലെ കോസും സീക്കും റെസിപ്രോക്കൽ ഫങ്ഷൻസ്, ടാനും കോട്ടും റെസിപ്രോക്കൽ ഫങ്ഷൻസ്. ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ഫങ്ഷൻസ് നമുക്ക് എങ്ങനെ എഴുതാം? കൊസീക്ക് എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ എക്സ് ഓർ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ കൊസീക്ക് എക്സ്. അതുപോലെ കോസും സീക്കും റെസിപ്രോക്കൽ. അപ്പോൾ സീക്ക് എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് എക്സ് ഓർ കോസ് എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ സീക്ക് എക്സ്. ഇനി ടാനും കോട്ടും റെസിപ്രോക്കൽ ഫങ്ഷൻസ്, that is cot x is equal to 1 by tan x or tan x is equal to 1 by cot x. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ വേറൊരു റേഷ്യോയും കൂടെ പഠിച്ചെന്തായിരുന്നു? സൈൻ എക്സും കോസ് എക്സും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഹൈപ്പോട്ട്ന്യൂസ് കട്ടായിട്ട് BC ബൈ AB എന്ന് കിട്ടും. BC ബൈ AB എന്തായിരുന്നു? ടാൻ എക്സ്. അതായത് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്, അതുപോലെ കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ബൈ സൈൻ എക്സ്. നിങ്ങൾ മുൻപ് പഠിച്ച ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിൻ്റെ പ്രിലിമിനറിയാണ് അന്ന് പഠിച്ചത്. പക്ഷേ ഇതെല്ലാം ഓർത്തെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് ടീച്ചർ ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ റെസിപ്രോക്കൽ ഫങ്ഷൻസ് പറഞ്ഞു. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്, കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ആണ്. ഓക്കെ, ഇനി ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ
ഈ ആംഗിൾ റൈറ്റ് ആംഗിൾ അറ്റ് ബി ആണ്. അപ്പോൾ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 180 ആണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 90 മൈനസ് എക്സ്. അപ്പോൾ നോക്കിയേ, സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ബി സി ബൈ എ സി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോസ് ഓഫ് 90 മൈനസ് എക്സ് എന്ത് വരും? കോസ് ഓഫ് 90 മൈനസ് എക്സ് എടുത്താൽ ഈ ബി സി അഡ്ജസൻറ്റ് സൈഡ് അല്ലേ, അപ്പോൾ ബി സി ബൈ എ സി വരില്ലേ? എന്ന് പറഞ്ഞാൽ സൈൻ എക്സും കോസ് 90 മൈനസ് എക്സും ഈക്വലാണ്. അതുപോലെ കോസ് എക്സ് തിരിച്ചായാലും, അതായത് സൈനും കോസും നമ്മൾ 90 മൈനസ് എടുത്താൽ രണ്ടും ഈക്വലാണ്. ഇവിടെ നമുക്ക് സൈൻ എക്സിന് തുല്യമാണ് കോസ് ഓഫ് 90 മൈനസ് എക്സ്. അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും ടാനും കോട്ടും. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇനി കോട്ട് ഓഫ് 90 മൈനസ് എക്സ് എടുത്താലോ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ വരുന്നത്? എ ബി ബൈ ബി സി. അതായത് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ബി സി ബൈ എ ബി. ഇനി ടാൻ 90 മൈനസ് എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? എ ബി ബൈ ബി സി വരും. എ ബി ബൈ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടെക്സ് ആണ്. അതായത് ടാനും കോട്ട് ഇതുപോലെ നമുക്ക് എഴുതാം. അതുപോലെ സീക്കും കൊസീക്കും ഇങ്ങനെ എഴുതാം. അപ്പം രണ്ട് ഫങ്ഷൻസ് ഇങ്ങനെ 90 മൈനസ് എന്നും പറഞ്ഞ് എഴുതിയാൽ നമുക്കിവയെ കോ ഫങ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ആരൊക്കെയാണ് കോ ഫങ്ഷൻ? സൈൻ, കോസൈൻ, അങ്ങനെയാണ് കോസ് ആയത്. ടാൻജൻറ്റ്, കോ ടാൻജൻറ്റ്. സീക്കൻറ്റ്, കോ സീക്കൻറ്റ്, അങ്ങനെയാണ് കൊസീക്ക്. കോട്ട്, കോസ് എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ കൊസൈൻ ചുരുക്കിയാണ് കോസ്, കോ ടാൻജൻറ്റ് ചുരുക്കിയാണ് കോട്ട്, കൊസീക്കൻറ്റ് ചുരുക്കിയാണ് കൊസീക്ക്. അപ്പോൾ ആരൊക്കെയാണ് കോ ഫങ്ഷൻസ്? വളരെ പ്രധാനപ്പെട്ടതാണ് കോ ഫങ്ഷൻസ്. ഏതൊക്കെയാണ്? സൈനും കോസും കോ ഫങ്ഷൻസ്, സീക്കും കൊസീക്കും കോ ഫങ്ഷൻസ്, ടാനും കോട്ടും കോ ഫങ്ഷൻസ്. അപ്പോൾ ഒരു കാര്യമുള്ളത്, റെസിപ്രോക്കൽ ഫങ്ഷൻസും കോ ഫങ്ഷൻസും കൂടെ തിരിഞ്ഞു പോകരുത്, അത് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ സൈൻ കൊസീക്ക്, കോസ് സീക്ക്, ടാൻ കോട്ട്. കോ ഫങ്ഷൻസ് പറയുമ്പോൾ സൈൻ കോസ്, സീക്ക് കൊസീക്ക്, ടാൻ കോട്ട്. ഇവിടെ ടാൻ്റെയും കോട്ടിൻ്റെയും കാര്യത്തിൽ മാത്രം റെസിപ്രോക്കൽ ഫങ്ഷൻസ് ആയാലും കോ ഫങ്ഷൻസ് ആയാലും സെയിം ആയിരിക്കും. അപ്പോൾ ഈ കോ ഫങ്ഷൻസ് വരുമ്പം നമുക്കറിയാം സൈൻ 20. സൈൻ 20 എന്ന് പറയുമ്പോൾ എന്തിന് ഈക്വലാണ്? കോസ് 70ക്ക് തുല്യമാണ്. അതായത് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് 90 മൈനസ് എക്സ്. അതുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സൈൻ 45ഉം കോസ് 45ഉം ഈക്വൽ ആകുന്നത്. സൈൻ 45 എന്ന് പറഞ്ഞാൽ കോസ് 90 മൈനസ് 45. അപ്പോൾ ഇത് കോ ഫങ്ഷൻസ് ആയതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾക്കറിയാം സൈൻ 30. സൈൻ 30 എന്തിന് ഈക്വലാണ്? കോസ് 60ക്ക് ഈക്വലാണ്. അതുപോലെ കോസ് 30 സൈൻ 60ക്ക് ഈക്വലാണ്. കോസ് 30 സൈൻ 60ക്ക് ഈക്വലാണ്. അപ്പോൾ ഈ കോ ഫങ്ഷൻ ആയതുകൊണ്ടാണ് ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആകുന്നത്. രണ്ട് ഇവിടെ ഈക്വൽ, സൈൻ 30 കോസ് 60ക്ക് തുല്യം, കോസ് 30 സൈൻ 60ക്ക് തുല്യം. അപ്പോൾ ടീച്ചർ ഇത് കഴിഞ്ഞ് അതിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി നിങ്ങൾ പഠിച്ചതാണെങ്കിൽ അതൊന്നും കൂടെ ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമ്മൾ ഈ ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ റേഡിയസ് 1. അതായത് നമ്മുടെ ഒറിജിൻ സെൻറ്റർ ആയിട്ടും റേഡിയസ് 1ഉമായിട്ട് നമ്മളൊരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയേ, അപ്പോൾ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അപ്പോഴേ ഇത് നമ്മൾ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഈ റേഡിയസ് 1 ആയതുകൊണ്ട് ഈ പോയിൻ്റ് എന്തായിരിക്കും? 1 0. ഈ പോയിൻ്റ് 0 1. വൈ ആക്സിസിലെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് 0. അതുപോലെ എക്സ് ആക്സിസിലെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വൈ 0. ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ -1 0. അതായത് വൈ ആക്സിസിൽ എക്സ് ആക്സിസിൽ ലെഫ്റ്റിലോട്ടായപ്പോൾ -1, വൈ 0. ഈ പോയിൻ്റ് 0 -1. അതുപോലെ ഇതൊരു ഇനിഷ്യൽ പൊസിഷൻ ആണെന്ന് വിചാരിക്കുക. ഇതൊരു ഇനിഷ്യൽ പൊസിഷൻ ആകുമ്പോൾ ഇത് 0 ഡിഗ്രി. ഇത്രയും റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ 90 ഡിഗ്രി അല്ലെങ്കിൽ π/2 റേഡിയൻ. ഇനി ഇത്രയും റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ പൈ റേഡിയൻ ഓർ 180 ഡിഗ്രി. ഇനി ഇത്രയും റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ 270 ഡിഗ്രി ഓർ 3π/2 റേഡിയൻ
ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഒരു റെവല്യൂഷൻ ആകുമ്പോൾ എന്ത് വരും? 2π റേഡിയൻ ഓർ 360 ഡിഗ്രി. അപ്പോൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇവയെല്ലാം നമ്മൾ ക്വാഡ്രൻ്റൽ ആംഗിൾസ് എന്നും പറയും. ഏതാണ്? 0 ഡിഗ്രി, π/2 ഡിഗ്രി, 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, ഇനി 0 ഓർ 360 ഡിഗ്രി. റേഡിയനിലാണെങ്കിൽ π/2 റേഡിയൻ, π റേഡിയൻ, 3π/2 റേഡിയൻ, 0 ഓർ 2π റേഡിയൻ. അപ്പോൾ ഇവയെല്ലാം ക്വാഡ്രൻ്റൽ ആംഗിൾസുമാണ്. കൺസിഡർ എ പോയിൻ്റ് പി എ ബി ഓൺ ദ സർക്കിൾ. അപ്പോൾ പി എ ബി എനി പോയിൻ്റ് ഓൺ ദി സർക്കിൾ. അപ്പോൾ സർക്കിളിലെ ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തു എ ബി. അപ്പോൾ നമുക്കറിയാം ഒരു പോയിൻ്റ്, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഒരു പോയിൻ്റ് എടുത്താൽ ആ പോയിന്റിലേക്ക് നമ്മൾ ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ഡിസ്റ്റൻസ് എ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് ബി, ഈ ഡിസ്റ്റൻസ് എ, അതായിരിക്കും ഇവിടുന്ന് അങ്ങോട്ടുമുള്ള ഡിസ്റ്റൻസ്. ഓക്കെ. അപ്പോൾ പി എ ബി ബി എനി പോയിന്റ് ഓൺ ദി സർക്കിൾ, ദെൻ ഒ എം ഈസ് ഈക്വൽ ടു എ ആൻഡ് പി എം ഈസ് ഈക്വൽ ടു ബി. ഇനി കൺസിഡർ ആൻ ആംഗിൾ എക്സ്. നമ്മൾ ഈ സെൻറ്ററിൽ ഈ ആംഗിൾ ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെന്ന് കരുതുക. എക്സ് ഡിഗ്രി ഓർ റേഡിയൻ, ഒരു ജനറൽ ആംഗിൾ എക്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? സൈൻ എക്സ്. ഇത് എക്സ് ആണെങ്കിൽ സൈൻ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു b/1 എന്ന് പറഞ്ഞാൽ ബി. ഓക്കെ. അപ്പോൾ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ബി എന്ന് കിട്ടി. ഇനി വാട്ട് ഈസ് കോസ് എക്സ്? കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ a/1 എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ബി ആൻഡ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പി എ ബി എന്നുള്ള പോയിന്റിനെ എങ്ങനെ എഴുതാം? എക്ക് പകരം കോസ് എക്സുമായി, ബിക്ക് പകരം സൈൻ എക്സുമായി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എ ബിക്ക് പകരം നമ്മൾ എന്ത് എഴുതി? കോസ് എക്സ് സൈൻ എക്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു വർഷം ഇതിനെ ബേസ് ചെയ്ത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ ഒരു പോയിന്റ്, എനി പോയിന്റ് ഓൺ ദി സർക്കിൾ, യൂണിറ്റ് സർക്കിൾ ആണെങ്കിലാണേ. ഇവിടെ ഇപ്പോൾ 1ന് പകരം 2 ആണെങ്കിലോ ഇവിടെ എന്ത് വരും? ഇവിടെ 1ന് പകരം 2 ആണെങ്കിൽ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു b/2 എന്ന് വരും. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ബി ഈസ് ഈക്വൽ, ഇവിടെ 1 ആയതുകൊണ്ടാണ് എയും ബിയും ആയത്. അപ്പോൾ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ എനി പോയിന്റ് ഓൺ ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് സൈൻ എക്സ് ആണ്. അതായത് ആ പോയിന്റ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് എക്സ്. ഇനി റേഡിയസ് മാറി വരുന്നതിനനുസരിച്ച് ഇവിടെ റേഡിയസ് 6 ആണെങ്കിൽ ഈ പോയിന്റ് എന്ത് വരും? r cos x r sin x. അത് നിങ്ങൾക്ക് പല ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. അതായത് 1ന് പകരം 6 ഇട്ട്. ഇപ്പോൾ യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് ദ പോയിന്റ് നമുക്ക് എങ്ങനെയായി? കോസ് എക്സ് സൈൻ എക്സ്. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കിയേ. നിങ്ങൾക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? അത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും. എന്താണ് പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ, ഓർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ. അപ്പോൾ നമ്മൾ ആ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ഏത് കൺസിഡർ ചെയ്തു? OPM കൺസിഡർ ചെയ്താൽ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് എങ്ങനെ അറിയാം? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ. അതായത് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ, ഓർ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1. വാട്ട് ഈസ് a? a എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. നിങ്ങൾക്ക് ഇതിൻ്റെ തിയറിയൊന്നും ഇങ്ങനെ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഈ വർഷം തൊട്ട് പ്രാക്ടിക്കൽ ഉള്ളത് കൊണ്ട് ലാബിലും നമുക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ തിയറി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ കാണാതെ പഠിക്കുമെന്നും വേണ്ടി ഇതിൻ്റെ ബേസ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ നമ്മൾ ഇതിലൂടെ പ്രൂവ് ചെയ്യുന്ന റിസൾട്ടുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ട്രിഗണോമെട്രിയൽ റിസൾട്ട് നിങ്ങളിങ്ങനെ പ്രത്യേകം എഴുതി വെച്ച് ഇങ്ങനെ പറഞ്ഞ് പഠിച്ച് വളരെ ബൈഹാർട്ടാക്കിയിരിക്കണം. എങ്കിലും നമുക്ക് ട്രിഗണോമെട്രി നല്ല രസകരമായിട്ട് പഠിക്കാൻ പറ്റും.
അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. നിങ്ങൾക്ക് പഠിക്കേണ്ട ഫസ്റ്റ് ഐഡൻറ്റിറ്റിയാണ് എന്ത്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. നിങ്ങൾക്ക് പഠിക്കേണ്ട ഐഡൻറ്റിറ്റിയാണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ത്രൂ ഔട്ട് ഒരു കോസ് സ്ക്വയർ എക്സ് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ കോസ് സ്ക്വയർ എക്സ്. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? കോസ് സ്ക്വയർ എക്സിനെ കോസ് സ്ക്വയർ എക്സും ഡിവൈഡ് ചെയ്ത് എന്ത് വരും? 1 പ്ലസ് ഇവിടെ എന്ത് വരും? സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് 1 പ്ലസ് എന്താണ് സൈൻ ബൈ കോസ്? സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. സോ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് സ്ക്വയർ എക്സ്. നമ്മൾ പഠിച്ച റെസിപ്രോക്കൽ ഫംഗ്ഷൻ 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്ക്. ദാറ്റ് ഈസ് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. നമുക്ക് ഈ ടാൻ സ്ക്വയർ എക്സിനെ അപ്പുറത്തോട്ട് മാറ്റിയാൽ എന്ത് എഴുതാം? ദാറ്റ് ഈസ് സീക്ക് സ്ക്വയർ എക്സ്. ഇത് അപ്പുറത്ത് പോയപ്പോൾ എന്തായി? മൈനസ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. നമുക്ക് പഠിക്കേണ്ട രണ്ടാമത്തെ ഐഡൻറ്റിറ്റിയാണ് എന്ത്? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന ഇത് ഈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷനിൽ ഞാൻ കോസ് സ്ക്വയർ എക്സിന് പകരം സൈൻ സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് കരുതുക. ഞാൻ ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്തായി? 1 ഈക്വൽ ടു 1 ബൈ സൈൻ സ്ക്വയർ എക്സ്. വാട്ട് ഈസ് കോസ് ബൈ സൈൻ? കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് സ്ക്വയർ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താണ്? 1 ബൈ സൈൻ. 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ എക്സ്. ഇതിനെ അപ്പുറത്തോട്ടൊന്ന് കൊണ്ടുപോയി എന്ത് വരും? കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. നമ്മളുടെ മൂന്നാമത്തെ ഐഡൻറ്റിറ്റിയാണ് കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 ഐഡൻറ്റിറ്റീസും. നിങ്ങൾക്കിതിൻ്റെ പ്രൂഫൊന്നും പഠിക്കേണ്ട, ഈ ഐഡൻറ്റിറ്റീസ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ച ഐഡൻറ്റിറ്റീസ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എഴുതാം? ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നും അല്ലെങ്കിൽ കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നും എഴുതാം. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അതായത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ എക്സ് എന്ത് വരും? സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. അതുപോലെ കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ഇതിനെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇത് ഇത്രയും പഠിക്കണം. ഓക്കെ, അതുപോലെ നമ്മുടെ അടുത്ത ഐഡൻറ്റിറ്റി എന്താണ്? അടുത്ത ഐഡൻറ്റിറ്റി സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്ത് എഴുതാം? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ഇതിനെ അപ്പുറം പോയി. അപ്പം 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ഇനി അല്ലെങ്കിൽ ഈ 1നെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നാലോ? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എക്സ്. ഇത് 3 കാണാതെ പഠിക്കണമെന്നില്ല. നിങ്ങൾ ഇത് 3 കാണാതെ പഠിച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് ഈ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ അന്നേരം എഴുതിയെടുത്താൽ മതി. പിന്നെ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് പല അവസരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മളിനി മൂന്നാമത് പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ മൂന്നാമത് പഠിച്ചത് കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി ഈ 1നെ ഇനി ഇപ്പുറം കൊണ്ടുവന്നാലോ? കൊസീക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈസ് ഇതിനെ അപ്പുറം കൊണ്ടുപോയി ഈക്വൽ ടു കോട്ട് സ്ക്വയർ എക്സ്. അതുപോലെ ഈ കോട്ട് സ്ക്വയർ എക്സിനെ നമുക്ക് അപ്പുറം കൊണ്ടുപോകാം. അതായി. ഇനി എന്താണ്? ഇനി നമുക്കിതിൽ നിന്ന് കോട്ട് സ്ക്വയർ എക്സ് എന്ത് വരും? ഈ കോട്ട് സ്ക്വയർ എക്സ് അപ്പുറം പോയാൽ നമുക്ക് എന്ത് വരും? ഈ 1 ഇപ്പുറം വരും.
ഓക്കെ, ഇനി അതുപോലെ ഇനി നമുക്ക് ഒരു റിസൾട്ട് കൂടി ഇതിൽ നിന്ന് എഴുതാമല്ലോ. എന്താണ്? കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. കൊസീക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ എക്സ്. അടുത്ത എന്തും കൂടെ എഴുതാം, 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ്. ഈ കോട്ട് സ്ക്വയറിനെ അപ്പുറം കൊണ്ടുപോയപ്പോൾ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. ഇപ്പോൾ ടീച്ചർ വേറെ എന്തെല്ലാം പറഞ്ഞു? ഇത് ക്വാഡ്രൻ്റൽ ആംഗിൾസ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇത് ക്വാഡ്രൻ്റൽ ആംഗിൾ 0, π/2, π, 3π/2 എന്നൊക്കെ. അപ്പം നിങ്ങൾ ഈ 1 0 എന്ന് പറഞ്ഞില്ലേ? 1 0 എന്ന് പറയുമ്പോൾ അതാണ് കോസ് എക്സ് സൈൻ എക്സ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന് പകരം ഇവിടുത്തെ ആംഗിൾ എന്താണ് ഒന്ന് പറഞ്ഞേ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ അതായത് 1 0 എന്നുള്ള പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. 1 0 എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്തപ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ 0 അപ്പോൾ ഈ 1 0 എന്നുള്ള നമുക്കറിയാം ഏതൊരു പോയിന്റും എന്താണ്? കോസ് എക്സ് സൈൻ എക്സ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സിന് പകരം 0, അതായത് കോസ് 0 ഈക്വൽ ടു 1. ശരിയല്ലേ? എക്സിന് പകരം 0. ഇനി സൈൻ 0യോ? സൈൻ 0 0. അപ്പോൾ ഈ 1 0 എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ ക്വാഡ്രൻ്റൽ ആംഗിൾ നോക്കിയപ്പോൾ കോസ് 0 1 സൈൻ 0 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ് നിങ്ങൾ ഇവിടുത്തെ ആംഗിൾ ഏതാണ്? π/2 അല്ലേ? അപ്പോൾ π/2 വെച്ച് നിങ്ങളൊന്ന് പറഞ്ഞ് എന്തെഴുതാം? π/2 വെച്ച് എഴുതുമ്പോൾ കോസ് π/2 0 സൈൻ π/2 1. ക്ലിയർ ആയില്ലേ? അതായത് ഫസ്റ്റ് കോസ് ആണ്, ഇത് സൈൻ ആണ്. ഈ ആംഗിൾ π/2 ആണ്. ഇനി അടുത്ത ഈ ആംഗിൾ എത്രയാണ്? പൈ ആണ്. ഈ ആംഗിൾ പൈ ആകുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇത് കോസും ഇത് സൈനുമാണ്, ആംഗിൾ പൈ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് പൈ ഈസ് ഈക്വൽ ടു -1 ആൻഡ് സൈൻ പൈ ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഒരു ആംഗിൾ ഉണ്ടല്ലോ. ഇനി ഇതെന്താണ്? 3π/2 അല്ലേ? അപ്പോൾ 3π/2 എന്ന് വരുമ്പോൾ നോക്കാം, ഇത് കോസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 3π/2 ഈക്വൽ ടു 0 സൈൻ 3π/2 ഈക്വൽ ടു -1. ഓക്കെ, അപ്പോൾ ഇത് 3π/2, ഇത് π/2, ഇത് പൈ, ഇത് 0. അപ്പോൾ ക്വാഡ്രൻ്റൽ ആംഗിൾസ് വെച്ചാണ് ടീച്ചർ പറയുന്നത്. കോസ് 0 1 സൈൻ 0 0. ഇനി π/2 വരുമ്പോൾ കോസ് π/2 0, കോസ് 90 0, സൈൻ π/2 1. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് 3π/2 എന്നൊക്കെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് വരുമ്പോൾ ചിഹ്നം മാറി വരും. കേട്ടോ, 0 ആണെങ്കിൽ 0, കോസ് π/2 0, കോസ് 3π/2 0, സൈൻ π/2 1, സൈൻ 3π/2 -1. ഓക്കെ, അതുപോലെ കോസ് പൈ -1, 0യുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് പൈ. അപ്പോൾ നോക്കിയാൽ കോസ് 0 1, അപ്പോൾ കോസ് പൈ എന്തായി? -1. സൈൻ 0 0 ആയപ്പോൾ സൈൻ പൈയും എന്തായി? 0. ഇനി നമുക്ക് ഈ ആംഗിളോടെ ഒന്ന് നോക്കാം. 2π, 0യും 2πയും കൂടെ കോയിൻസൈഡ് ചെയ്തില്ലേ? അപ്പോൾ ഇതെന്താണ്? കോസ് 2π. കോസ് 2π ഈക്വൽ ടു 1 സൈൻ 2π ഈക്വൽ ടു 0. അപ്പോൾ നോക്കിയേ, 0 കോസ് 0 കോസ് 2π 1. ഓക്കെ, അപ്പോൾ ഈ 4 ഈ ക്വാഡ്രൻ്റൽ ആംഗിൾസിൻ്റെ ഉള്ള ഇതെല്ലാം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ജനറലൈസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ 0 ആംഗിൾ പരിഗണിച്ചു. അത് 0 ആംഗിൾ വരുമ്പോൾ ഏതൊക്കെയാണ് നമുക്ക് വന്നത്? കണ്ട കോസ് 0 1ഉം സൈൻ 2π, അത് തന്നെയല്ലേ ഇവിടെയും വന്നത്? ഓക്കെ, 0 ആയപ്പോൾ 1 സൈൻ 0 0, ഇവിടെയും 1ഉം 0. അപ്പോൾ 0യും 2πയും ആയപ്പോൾ ഒരുപോലെ ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ 0 0, ഇപ്പോൾ ശ്രദ്ധിച്ച്, സൈൻ 0 0, സൈൻ പൈ 0, സൈൻ 2π 0. ഇനി വീണ്ടും ഇവിടെ വരുമ്പോൾ എന്ത് വരും? 3π. ഇവിടെ വരുമ്പോഴോ 4π. അതായത് ഒരു റൊട്ടേഷൻ 2π ആണ്. അപ്പോൾ 2π, പിന്നെ ഇവിടെ വരുമ്പോൾ 3π, 4π, 5π, 6π. ഇനി തിരിച്ചാണെങ്കിലും അതുപോലെ. അതായത് സൈൻ്റെ ഏത് മൾട്ടിപ്പിൾ, പൈയുടെ ഏത് മൾട്ടിപ്പിൾ എടുത്താലും വാല്യൂ 0. ഓക്കെ, അപ്പോൾ സൈൻ 0 0 ആക്കുന്ന, സൈനിൻ്റെ ആംഗിൾ 0 ആക്കുന്ന വാല്യൂ ഏതാണ്?
പൈയുടെ മൾട്ടിപ്പിൾ, ഏത് മൾട്ടിപ്പിളും ആകാം. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് അടുത്ത ടീച്ചർ പറയാൻ പോകുന്നത്. എന്താണ്? സൈൻ 0 ഈക്വൽ ടു 0, sin x is equal to 0 implies x is equal to n pi, n is an any integer. അതായത് sin x equal to 0 എന്ന് പറഞ്ഞാൽ x എന്താകാം? n pi ആകാം. n pi എന്ന് പറഞ്ഞാൽ എന്നിന് 0 ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അങ്ങനെ ഏത് നമ്പരും ആകാം. ഓക്കെ. ഇനി അതുപോലെ കോസിൻ്റെ നിങ്ങളൊന്ന് നോക്കിയേ. കോസ് π/2 0, 3π/2 0. അപ്പോൾ π/2 0, 3π/2 0. വീണ്ടും കറങ്ങാമല്ലോ. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ട്രിഗണോമെട്രിയിൽ നമ്മൾ ഒരു റൊട്ടേഷൻ അല്ല, ഇങ്ങനെ എത്രമാത്രം വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടം വരെ റൊട്ടേറ്റ് വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആംഗിൾ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ π/2 0, 3π/2 0. ഇനി വീണ്ടും അങ്ങോട്ടാകുമ്പോൾ എന്ത് വരും? 5π/2, 7π/2, 9π/2, 11π/2 എന്ന് പറഞ്ഞാൽ കോസ് 0 ആകുന്നത് എപ്പോഴാണ്? പൈ 3, 1, 3, 5, 7 എന്ന് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. അതായത് കോസ് എക്സ് 0 ആക്കുന്നത് ഏതാണ്? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 2n plus 1 π/2. ഇതിൻ്റെ മീനിങ് എന്താണ്? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 വേർ n ഈസ് എനി ഇൻറ്റിജർ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. തിയറി ടീച്ചർ ഇതെല്ലാം പറഞ്ഞു എന്നും പറഞ്ഞ് ഇതിൻ്റെ എല്ലാം ഒന്നും നിങ്ങൾ തിയറിയുടെ പ്രൂഫൊന്നും വേണ്ട. പക്ഷേ ഇതൊന്നും അറിഞ്ഞിരിക്കണം. ഒരു യൂണിറ്റ് സർക്കിളിൽ അല്ലെങ്കിൽ ഒരു സർക്കിളിൽ ഒരു പോയിൻ്റ് എടുത്താൽ റേഡിയസ് r ആണെങ്കിൽ ആ പോയിൻ്റ് r cos x, r sin x ആണ്. ടീച്ചർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ അതായത് ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസും ടീച്ചർ ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഓർഡറിൽ ഇങ്ങനെയാണ് എഴുതുന്നത്: 0 ഡിഗ്രി, 30 ഡിഗ്രി ഓർ π/6 റേഡിയൻ, 45 ഡിഗ്രി ഓർ π/4 റേഡിയൻ, 60 ഡിഗ്രി ഓർ π/3, 90 ഡിഗ്രി ഓർ π/2, 180 ഡിഗ്രി ഓർ π, 270 ഡിഗ്രി ഓർ 3π/2, 360 ഡിഗ്രി ഓർ 2π. അപ്പോൾ നിങ്ങൾ ടീച്ചർ എല്ലാത്തിൻ്റെയും വാല്യൂസ് എഴുതിയിട്ടില്ല. ശരിക്കും നിങ്ങൾ സൈൻ എക്സിൻ്റെ അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ, സൈനിൻ്റെ ആംഗിൾ അറിഞ്ഞിരുന്നാൽ തന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തനിയെ എഴുതാൻ പറ്റും. സൈൻ 0 0, അതായത് ഈ ഓർഡറിൽ നിങ്ങൾ ആംഗിൾ പഠിച്ചിട്ട് 1/2, 1/√2, √3/2, 1, ഈ 0 മുതൽ പൈ വരെയുള്ള വാല്യൂസ് നിങ്ങളൊന്ന് നോക്കിയേ. അതുപോലെ 0 അല്ലെങ്കിൽ 0 മുതൽ π/2 വരെയുള്ള വാല്യൂസ് നിങ്ങളൊന്ന് നോക്കിയേ. ആ ഒരു ഓർഡറിൽ അതായത് π/2 വരെയുള്ള വാല്യൂസ് സൈനും കോസും കോഫങ്ഷൻ ആയതിന് റിവേഴ്സിൽ വരും. നോക്കിയാൽ 0, 1/2, 1/√2, √3/2, 1. അത് തിരിച്ച് വരും. നോക്കിയാൽ 1, √3/2, 1/√2, 1/2, 0. കോഫങ്ഷൻ ആയതുകൊണ്ട് സൈൻ്റെയും കോസിൻ്റെയും 0 മുതൽ π/2 വരെയുള്ള വാല്യൂ റിവേഴ്സ് ഓർഡറിൽ കറക്റ്റായിട്ട് വരും. ഇനി ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ ഇവ ഡിവൈഡ് ചെയ്യുമ്പോൾ 0, 1/√3, 1, √3, ഇനി 1/0 നോട്ട് ഡിഫൈൻഡ്. ഇനി കൊസീക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം തിരിച്ചിടുക. സീക്ക് കാണണമെങ്കിലോ കോസിൻ്റെ വാല്യൂ തിരിച്ചിടുക. ടാൻ കാണണമെങ്കിലോ കോട്ട് കാണണമെങ്കിലോ ടാൻ്റെ വാല്യൂ തിരിച്ചിടുക. അപ്പോൾ ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കി 6 എണ്ണത്തിൻ്റെയും വാല്യൂ എഴുതാൻ പറ്റും. പ്രത്യേകിച്ച് സൈൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അതുപോലെ സൈൻ പൈ 0, അതിന് ഓപ്പോസിറ്റായ 2π 0 ആയിരിക്കും. അതുപോലെ കോസ് π -1, കോസ് അതെനിക്കറിയാം. കോസ് 0 1 ആയതുകൊണ്ട് 0യിൽ കോയിൻസൈഡ് ചെയ്യുന്ന 2π 1 ആയിരിക്കും. അതിന് ഓപ്പോസിറ്റ് -1 ആയിരിക്കും. ഇനി ടാൻ്റെതാണെങ്കിൽ ടാൻ പൈ 0, അപ്പോൾ 2πയും 0. ഇതെന്ന് പറഞ്ഞാൽ -1/0 ആയതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഈ ടേബിൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇതുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത ക്ലാസ്സിലൊക്കെ ഓരോ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല ഈ റിസൾട്ടുകൾ മൊത്തം. അപ്പോൾ ടീച്ചർ പഠിപ്പിച്ചത് മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് സോർട്ട് ചെയ്ത് പറയാം. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ടീച്ചർ ഓർമ്മിപ്പിച്ചായിരുന്നു, ഏതൊക്കെ സൈഡ് ബൈ സൈഡ് എന്നുള്ള, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്നൊക്കെ. പിന്നെ നമ്മൾ റെസിപ്രോക്കൽ ഫങ്ഷൻസ് പഠിച്ചു.
എന്താണ് റെസിപ്രോക്കൽ ഫങ്ഷൻസ്? കൊസീക്കും സൈനും അന്യോന്യം റെസിപ്രോക്കൽസ്, കോസും സീക്കും റെസിപ്രോക്കൽസ്, ടാനും കോട്ടും റെസിപ്രോക്കൽസ്. പിന്നെ നമ്മൾ പഠിച്ചത് കോഫങ്ഷൻസ് ആയിരുന്നു. ആരൊക്കെയാണ് കോഫങ്ഷൻസ്? സൈനും കോസും കോഫങ്ഷൻസ്, സീക്കും കൊസീക്കും കോഫങ്ഷൻസ്, ടാനും കോട്ടും കോഫങ്ഷൻസ്. പിന്നെ ഇതും കൂടെ പഠിക്കാൻ പറഞ്ഞത് എന്താണ്? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സും അതുപോലെ കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സും ആണ്. പിന്നെ നമ്മളൊരു യൂണിറ്റ് സർക്കിളിൻ്റെ കാര്യം പറഞ്ഞു. യൂണിറ്റ് സർക്കിൾ ആകുമ്പോൾ ആ സർക്കിളിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്തായിരുന്നു? കോസ് എക്സ് സൈൻ എക്സ് ആയിരുന്നു. അതായത് ആ പോയിൻ്റ് ഒറിജിനൽ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരുന്നു എക്സ്. അപ്പോൾ അത് ടീച്ചർ ജനറലായിട്ടൊന്ന് പറഞ്ഞിരിക്കുന്നത് റേഡിയസ് 6 ആണെങ്കിൽ, സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെങ്കിലും സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സും ആണെങ്കിൽ എനി പോയിൻ്റ് ഓൺ ദ സർക്കിൾ എന്തായിരിക്കും? ആർ കോസ് എക്സ് ആർ സൈൻ എക്സ്. ഇത് ഓർത്ത് വയ്ക്കാൻ കാരണം ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് പ്രാക്ടിക്കലിന് ഉപയോഗപ്പെടും, നിങ്ങൾക്ക് തിയറി എക്സാമിനും ഉപയോഗപ്പെടും. അപ്പോൾ ആർ കോസ് എക്സ് ആർ സൈൻ എക്സ് ആണ് എനി പോയിൻ്റ് ഓൺ ദ സർക്കിൾ വിത്ത് റേഡിയസ് ആർ. പിന്നെ 3 ഐഡൻറ്റിറ്റി പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1, അതിൽ നിന്ന് സൈൻ സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അതുപോലെ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1, അതിൽ നിന്ന് സീക്ക് സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആൻഡ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഇസിക്കൽ ടു ടാൻ സ്ക്വയർ എക്സ്. അടുത്ത കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1, കൊസീക് സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ്, കൊസീക് സ്ക്വയർ എക്സ് മൈനസ് 1 ഇസിക്കൽ ടു കോട്ട് സ്ക്വയർ എക്സ്. പിന്നെ നമ്മൾ പഠിച്ചത് സൈൻ എൻ പൈ. സൈൻ പൈയുടെ ഏത് മൾട്ടിപ്പിൾ 0 ഉൾപ്പെടെ ഏത് മൾട്ടിപ്പിൾ n ഒരു ഇൻറ്റിജറാണ്, സൈൻ എൻ പൈ എപ്പോഴും 0 ആയിരിക്കും. ഓർ സൈൻ എക്സ് ഇസിക്കൽ ടു 0 മീൻസ് എക്സ് ഇസിക്കൽ ടു എൻ പൈ. അതുപോലെ തന്നെ കോസിൻ്റെ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2, കോസ് ഓഫ് 2n പ്ലസ് 1 പൈ ബൈ 2 ഈക്വൽ ടു 0 ആയിരിക്കും. n ഈസ് എനി ഇൻറ്റിജർ. ഓർ കോസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 2n പ്ലസ് 1 പൈ ബൈ 2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇതിൻ്റെ തിയറി നിങ്ങൾ അങ്ങനെയായിട്ടൊന്നും പഠിക്കുകയൊന്നും വേണ്ട, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ നിൽക്കാൻ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റു ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, കുറച്ച് പ്രോബ്ലംസും ചെയ്യണം. ഓക്കെ, താങ്ക് യു.